ഞാൻ പഠിക്കാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ബോട്ടിലും വള്ളത്തിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കുട്ടിക്കും അതുപോലെ യുവമാർക്കൊക്കെ ഇനി ആ ഒരു ബുദ്ധിമുട്ടില്ല. അതായത് അരമണിക്കൂർ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ നേരത്തെ പോയി ബോട്ട് കെട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബോട്ട് വരാൻ വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴാണേലും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉള്ളൊരു ഇതറിയാലോ. അപ്പോൾ എങ്ങനെ വീട്ടിലെത്തുക എന്നുള്ള. അപ്പോൾ ആ ഒരു ബോട്ട് അല്ലെങ്കിൽ ജങ്കാറ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗം തൂക്കി ആ ജെട്ടിൽ നിൽക്കണം. അത് ആ കാലം കഴിഞ്ഞ് ഇനിയിപ്പോ പുതിയ പിള്ളേരോട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് കഥകളായി പറഞ്ഞു കൊടുക്കാം. ഒരു കാലത്ത് ഞാനിങ്ങനെ പഠിക്കാൻ പോയിട്ട് ഇങ്ങനെ താമസിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളത്. അത് 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 ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു തന്ന LDF ഗവൺമെന്റിന് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങൾ നന്ദി. എങ്ങനെയാ പൊതുവെ ജനങ്ങളുടെ ഒരു വികാരം എങ്ങനെയാണ് നിങ്ങളുടെ പെരുമ്പളത്തിൽ കഴിഞ്ഞ ഒരാഴ്ച? എന്താണെന്ന് അറിയണമെങ്കിൽ രാത്രി വന്നാൽ മതിയായിരുന്നു. ഈ ഒരാഴ്ചയായിട്ട് രാത്രി പാലത്തിൽ കൂടെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആളുകളായിരുന്നു. പിന്നെ ഇന്ന് കാണാം. ഇനിയിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി വരുമ്പോൾ കാണാം. നിങ്ങൾ ഈ ഒരാഴ്ച വലിയൊരു ഉത്സവമാക്കിയെന്നാണ് നമ്മൾ കേട്ടത്. ഒരാഴ്ചയായിട്ട് ഭയങ്കര ഉത്സവം തന്നെയായിരുന്നു ഞങ്ങൾക്ക്. ഇങ്ങനൊരു പാലം വരുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ ഉദ്ഘാടനം നടന്നപ്പോൾ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തറക്കല്ലിട്ട് പോയ സമയത്തും ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പണി തുടങ്ങി കഴിഞ്ഞപ്പോഴാണേലും പിന്നെ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ആ ഒരു നിന്ന് പോയപ്പോഴാണേലും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പെരുമ്പളംകാർ നമ്മുടെ ഒരു വീട് വെക്കുമ്പം വീട് പണി നമ്മൾ ഓരോ കല്ലിടുന്നത് നോക്കി കാണും. അതെ 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 സത്യം. എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അതിനു മുമ്പായിട്ട് അത് ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച്. ഞാൻ പോലീസാണ് പഠിക്കണേ. പോലീസുകാരാണല്ലേ? അപ്പോൾ ഇവിടുന്നൊക്കെ ഡ്യൂട്ടിക്കൊക്കെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഞങ്ങൾക്ക് പോലീസുകാർക്കാണ്. അതായത് ചിലപ്പോൾ രാത്രി ഒരുപാട് വൈകിയായിരിക്കും ഡ്യൂട്ടി ചെയ്യണത്. അപ്പോൾ പല സമയങ്ങളിലും അപ്പുറത്ത് ബോട്ട് കെട്ടികൾ അല്ലെങ്കിൽ വള്ളത്തിനൊക്കെ ആയിരിക്കും വീട്ടിലേക്ക് വരേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഇനി ആ ഒരു പ്രശ്നമില്ല. അക്കരെ വന്ന് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അക്കരെ വന്ന് ദൂരം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. സമയം ഡ്യൂട്ടി കഴിഞ്ഞാലും ഞങ്ങൾക്ക് വീട്ടിൽ വരാം. പോലീസുകാർക്ക് ഇവിടെ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ പോലീസുകാരാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് കൂടുതൽ. ഇവിടെ 110ഓളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പിന്നെ ഗ്രാമത്തിൽ പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട്. അതെ അതെ.